വിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ നാവ്, ചുണ്ട് എന്നീ മഹാനുഗ്രഹത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അള്ളാഹു നൽകിയ ആ ഒരു അനുഗ്രഹം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സ്വഹീഹായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വാക്ക് കൊണ്ട് സംസാരിക്കണം എന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ഖുലൂ ഖൗലൻ സദീദ, വക്രതയില്ലാത്ത നല്ല വാക്കുകൾ പറയണം. ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി കളവുകളെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സത്യസന്ധമായി സംസാരിക്കണം. സംസാരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, ഏറ്റവും ഉത്കൃഷ്ടമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനായിട്ട്, ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല, മറ്റൊന്നുമില്ല എന്നുള്ള നഗ്ന സത്യമാണ്. ഈ കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അതേപോലെ ഏറ്റവും ഗൗരവമേറിയ വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വാക്ക് ഖാലുത്തഖദല്ലാഹു വലദാ, അല്ലാഹു സന്താനങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു, അല്ലാഹു പുത്രനെ അല്ലെങ്കിൽ പുത്രന്മാരെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ നാവിലൂടെ, അവരുടെ വായയിലൂടെ പുറത്തേക്ക് വരുന്നത് വളരെയധികം ഗൗരവമേറിയൊരു വാക്കാണ്, ഗുരുതരമായ വാക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ആശയമടങ്ങുന്ന ഈ വാക്കുകൾ, ഈ ആയത്തുകൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുന്ന വാക്കുകളാണ്, ആയത്തുകളാണ്. സമയം അതിക്രമിച്ചപ്പോൾ അവിടെ വെച്ചാണ് ആ വിഷയം അവസാനിപ്പിച്ചത്. മോശമായ വാക്കാണ് അവർ പറയുന്നത് എന്ന് മാത്രമല്ല, ഈ യഖൂലൂന ഇല്ലാ കദിബ, അത് കളവാണ് അവർ പറയുന്നത്. അള്ളാഹുവിന് പുത്രന്മാരുണ്ട് എന്ന സങ്കല്പം മഹാകളവാണ്, അക്രമമാണ്, ഏറ്റവും മോശമായ ഗുരുതരമായ വാക്കാണ് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് അഹ്ലുൽ കിതാബിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, യാ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബിന്റെ ആളുകളെ, ലാ തഗ്ദു ഫീ ദീനിക്കും, മതത്തിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് വിട്ടു പോകരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ ഹഖല്ലാതെ, സത്യമല്ലാതെ നിങ്ങൾ പറയരുത്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, ഈസ എന്ന് പറഞ്ഞാൽ, ഈസ മസീഹ് എന്ന് പറഞ്ഞാൽ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനാണ്, അള്ളാഹുവിന്റെ പുത്രനല്ല, ദൈവപുത്രനല്ല. റസൂലുള്ളാഹ്, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലാണ്. വകലിമതുഹു, അള്ളാഹുവിന്റെ കലിമത്താണ്. അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തിരിക്കുന്ന അള്ളാഹുവിന്റെ കലിമത്താണ്. വറൂഹും മിൻഹു, അവരിൽ നിന്നുള്ള റൂഹാണ്, അതല്ലാതെ ദൈവത്തിന്റെ പുത്രനല്ല. ഫആമിനൂ ബില്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. വറുസുലിഹി, അവന്റെ എല്ലാ ദൂതന്മാരിലും നിങ്ങൾ വിശ്വസിക്കണം. വലാ തഖൂലു സലാസ, നിങ്ങൾ ത്രിയേകത്വം എന്നുള്ള, അതല്ലെങ്കിൽ ത്രിത്വം എന്നുള്ള ആ വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിത്വം എന്നുള്ള വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്. ഇൻതഹു ഖൈറൻ ലക്കും, നിങ്ങൾ ഖൈറാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് അതാണ് നിങ്ങൾക്ക് നല്ലത്, അത് ഒഴിവാക്കലാണ്.
അതിൽ നിന്നും വിരമിക്കലാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, തീർച്ചയായും അല്ലാഹു ഏകനാണ്, ഏകൻ മാത്രമാണ്. സുബ്ഹാനഹ്, അവൻ പരിശുദ്ധനാണ്. അയ്യകൂന ലഹു വലദുൻ, അവന് സന്താനമുണ്ട് എന്ന്, അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യേശു എന്ന് വിളിക്കപ്പെടുന്ന പേര് ദൈവപുത്രനാണ് എന്ന് പറയുന്നതിൽ നിന്നും അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ ചേതനാചേതന വസ്തുക്കളെല്ലാം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അടങ്ങുന്ന ആകാശഭൂമികളിലുള്ള എല്ലാം അള്ളാഹുവിൻ്റെതാണ്. വകഫാ ബില്ലാഹി വക്കീല, ഭരമേൽപ്പിക്കുവാൻ അള്ളാഹു മതിയായവനാണ്. 4-ാമത്തെ അധ്യായം സൂറത്തുൽ നിസാഇൽ 171-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. ഇതുതന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസ്, ആത്മാർത്ഥതയുടെ അധ്യായം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നതും ഖുൽ, പറയണം, നീ പറയണം, ഹുവല്ലാഹു അഹദ്, അവൻ അഥവാ അള്ളാഹു ഏകനാണ്, അള്ളാഹു സ്വമദ്, അള്ളാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ്, എന്നാൽ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ സന്താനമല്ല ആരുടെയും, അവനൊരു സന്താനവുമില്ല. അള്ളാഹു ജനിച്ചവനോ ജനിപ്പിക്കപ്പെട്ടവനോ അല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായിട്ട് ലോകത്തൊന്നുമില്ല എന്നുള്ള മനസ്സിലുറപ്പിക്കുന്ന തൗഹീദിന്റെ അധ്യായമാണ് ആ സൂറത്ത് ഓതിയാൽ വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം ഓതിയതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിൽ പറയുന്നത് അള്ളാഹുവിന്റെ ഏകത്വമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം സൃഷ്ടിക്കാൻ, നമ്മുടെ കണ്ണ് സൃഷ്ടിക്കാൻ, നമ്മുടെ കാത് സൃഷ്ടിക്കാൻ, നമ്മുടെ ശരീരം, നമ്മുടെ ബുദ്ധിയും നമ്മുടെ എല്ലാം സൃഷ്ടിച്ചവനായ ഏകനായ അള്ളാഹു, അതിലവന് പങ്കാളിയില്ല, അവന് സന്താനങ്ങളില്ല, അവന് പുത്രന്മാരില്ല എന്നുള്ള വളരെ കൃത്യമായൊരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുന്നത് കബുറത്ത് കലിമ, ഏറ്റവും ഗുരുതരമായ വാക്കാണ് എന്നും പഠിപ്പിക്കുന്നു. ബൈബിളിൽ പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള പരാമർശങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിലുണ്ട്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു എന്നാണ്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശുക്രിസ്തു മാത്രമല്ല, ഈസാ നബി മാത്രമല്ല, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് സമാധാനമുണ്ടാവട്ടെ, താങ്കൾക്ക് സമാധാനമുണ്ടാവട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നവരെല്ലാം, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു എന്നാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബൈബിളിൽ ദൈവത്തിന്റെ പുത്രൻ എന്ന് പ്രയോഗിക്കുന്നത് ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ അടിമകൾ എന്നുള്ള ആ ഒരു ആശയത്തിലാണ് എന്ന് മനസ്സിലാക്കാം. അതല്ലാതെ ദൈവത്തിന് പുത്രനില്ല. അതുകൊണ്ട് ആ തരത്തിൽ സംശയമുണ്ടാവുന്ന രൂപത്തിൽ ദൈവത്തിന് പുത്രനുണ്ട് എന്നുള്ള പ്രയോഗങ്ങളും അത്തരം സങ്കല്പങ്ങളും വളരെ ഗുരുതരമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ 25 അതിലധികമോ പ്രവാചകന്മാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ചരിത്രം മനസ്സിലാക്കി തരുന്നത് പോലെ 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരെയും ഒരുപോലെ കണ്ട് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ സത്യവിശ്വാസികളും അവന്റെ രക്ഷിതാവിൽ നിന്നും അവതീർണമായ ഗ്രന്ഥത്തിൽ, വേദത്തിൽ, വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി, എല്ലാവരും ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ്.
വമലായികതിഹി അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നവരാണ്, വകുതുബിഹി അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, വറുസുലിഹി അള്ളാഹുവിന്റെ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി ആ പ്രവാചകന്മാർക്കിടയിൽ, റസൂലുകൾക്കിടയിൽ, അമ്പിയാക്കൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം ഒരു സത്യവിശ്വാസിയും കാണിക്കുകയില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടില്ല. നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രത്യേകമായിട്ട് പ്രവാചകന്മാരെ കുറിച്ച് വിവേചനം പഠിപ്പിച്ചിട്ടില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകരാണ്. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ ഒരു മാസം വരുമ്പോൾ നമ്മുടെ വിഷയവുമായി യാദൃച്ഛികമായി വന്നിരിക്കുന്നത് പല ആളുകളും ആഘോഷിക്കുന്ന ഒരു മാസമാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളും ചരമദിനം ആഘോഷിക്കുന്ന ആളുകളുമെല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും നമ്മളിൽ പല ആളുകളും ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി ഈസാ നബിയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് പല മതങ്ങളും ജീവിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലക്ക് നമ്മുടെ വീടുകളിലും സ്റ്റാർ വെക്കാറുണ്ട്. അതല്ലെങ്കിൽ പരസ്പരം മതസൗഹാർദ്ദത്തിന്റെ പേരിൽ അവരുടെ ആഘോഷങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പിൻപറ്റാറുണ്ട് എങ്കിൽ ദൈവത്തിന് പുത്രന്മാരുണ്ട് എന്ന് കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം അവരുടെ നാവിലൂടെ വരുന്നത് ഗൗരവമേറിയ അതിഗുരുതരമായൊരു വാക്കാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ആചാരങ്ങളിൽ നിന്നും അത്തരം മതാചാരങ്ങളെ പിൻപറ്റുന്നതിൽ നിന്നും മാറി നിൽക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ അള്ളാഹു നൽകിയ വലിയ നിഅമത്തായ നാവ്, ആ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തൊരു കാര്യം ദൈവത്തിന് പുത്രനുണ്ട് എന്നാണ്. അതേപോലെ തന്നെ പറയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതും കബുറത്ത് വലിയ വാക്കാണ്, ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ലിമ തഖൂലൂന നിങ്ങൾ എന്തിനാണ് പറയുന്നത് മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അത് ഗുരുതരമായ ഒരു കാര്യമാണ്. അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, ചെയ്യാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് അല്ലാഹുവിങ്കൽ ഗുരുതരമായ കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ മറ്റൊരു അപരാധം അതാണ്. നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ, അത് അല്ലാഹുവിങ്കൽ ഗുരുതരമായ ഒരു കാര്യമാണ്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അതഅ്മുറൂനന്നാസ ബിൽ ബിർറ്, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണോ, ബിർറ് കൽപ്പിക്കുകയാണോ? വതൻഹൗന ഫീ അൻഫുസിക്കും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അതങ്ങ് വിട്ടുകളയുകയും ചെയ്യുന്നുവോ? വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകളുമാണ്. നിങ്ങൾ ഗ്രന്ഥം ഓതുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല, എന്നിട്ട് നിങ്ങൾ ആളുകളോട് കൽപ്പിക്കുകയാണോ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കണം. സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പറയരുത് എന്നുകൂടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ജനങ്ങളോട് സംസാരിക്കുന്നത്, ആളുകളോട് പറയുന്നത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാണ്. അതുപോലെ നിങ്ങൾ സംസാരിക്കരുത്, പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മറ്റൊരു കാര്യം, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം, നിങ്ങളുടെ നാവ് പറയുന്നതിന്റെ അല്ലെങ്കിൽ വിശേഷിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന കാര്യം ഹറാമാണ്, ഇന്ന കാര്യം ഹലാലാണ് എന്ന് നിങ്ങൾ സ്വന്തമായിട്ടങ്ങ് പറയരുത്, തീരുമാനിക്കരുത് എന്നാണ്. എന്താണ് ഹറാം എന്നും എന്താണ് ഹലാൽ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നിരവധി കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമുക്ക് നബിവചനങ്ങളിൽ പഠിക്കാൻ കഴിയും. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹറാമ് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, വ്യക്തമാണ്. ഹലാൽ എന്താണ് എന്നത് വ്യക്തമാണ്, ഹറാം എന്താണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ എനിക്കിങ്ങനെ സ്വയം തോന്നുകയാണ്, എന്റെ ബുദ്ധിക്ക് നിരക്കാത്തത്, അല്ലെങ്കിൽ എനിക്കതിനോട് വലിയ താല്പര്യമില്ലാത്തത്, അങ്ങനെ നിങ്ങൾ ഹറാമും ഹലാലും സ്വീകരിക്കരുത് എന്നാണ്. അത് ഏതൊരു വിഷയമായിരുന്നാലും ദീനിന്റെ കാര്യത്തിൽ സ്വന്തമായിട്ട് നമുക്ക് നിലപാടെടുക്കാൻ പറ്റില്ല. പലപ്പോഴും പല ആളുകളും ഉൾക്കൊള്ളാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, പല്ലിയെ കൊന്നാലുള്ള പ്രതിഫലം നമുക്ക് ഹദീസിൽ കാണാം. പക്ഷേ പല ആളുകളും നല്ല ദീനും കാര്യങ്ങളും ഒക്കെയുള്ള ആളുകളാണ്, അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താ കാര്യം? പല്ലി ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ പല്ലിയെ കൊന്നാൽ വലിയ പുണ്യമുണ്ട് എന്നുള്ള ഹദീസൊക്കെ നമ്മൾ എന്തിനാ എടുത്ത് നടക്കുന്നത് എന്നാണ്. അപ്പൊ അത് ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിന് സാധിക്കുന്നില്ല എന്നാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി നോക്കിയാൽ അവിടെ പല്ലിയുടെ ഫോട്ടോയുള്ള ചില സാധനങ്ങളൊക്കെ കാണാം, പല്ലിയെ കൊല്ലാനുള്ള മരുന്നുകൾ കാണാം. യൂട്യൂബിലൊക്കെ പല്ലിയെ കൊല്ലാനുള്ള എളുപ്പമാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് വീഡിയോകൾ കാണാം. അപ്പൊ പല്ലി ഒരു ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള മരുന്നുകളും വിഷങ്ങളും ഒക്കെ കടകളിൽ വിൽക്കുന്നത്? അവര് ഹദീസ് വായിച്ചത് കൊണ്ടല്ലല്ലോ വിൽക്കുന്നത്. അപ്പൊ പല്ലിയെ കൊണ്ട് ഏതോ തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ട് എന്ന് ഹദീസ് വായിക്കാത്ത, ഖുർആൻ വായിക്കാത്ത ആളുകൾക്ക് പോലും അറിയാം. അതുകൊണ്ടാണ് അത് വിൽക്കുന്നത്. അവ വിൽക്കുകയും കൊല്ലാനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എന്നതുകൊണ്ട് ഒരു ഹദീസിനെ, ഒരു ഹലാലിനെ നമുക്ക് ഹറാമാക്കാൻ പറ്റുകയില്ല, ഒരു ഹറാമിനെ നമുക്ക് ഹലാലാക്കാൻ പറ്റുകയില്ല. അത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. അപ്പൊ അള്ളാഹു തന്ന നാവാണ്, അള്ളാഹു തന്ന ചുണ്ടുകളാണ്. ആ നാവും ചുണ്ടും ചലിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം സംസാരിക്കുന്നത്. ആ സംസാരത്തിൽ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സഹാബത്തിനോടായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങളാരും അള്ളാഹുവിന്റെ റസൂലിന്റെ, നബിയുല്ലാഹിയുടെ സൗണ്ടിന്റെ ഉപരിയായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. റസൂലുള്ളാഹിയോടൊപ്പം സദസ്സിലൊക്കെ ഇരിക്കുമ്പോ ശബ്ദം ഉയർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബഅൽ, നിങ്ങൾ പരസ്പരം, നിങ്ങൾ മാത്രമുണ്ടാകുമ്പോ നിങ്ങൾ ഒച്ച വെക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടാകുമ്പോൾ, അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ ഒച്ചയുണ്ടാക്കരുത്, ശബ്ദമുണ്ടാക്കരുത്. അൻതഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളറിയാതെ നിങ്ങളുടെ അമലുകൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. അതുമായി അനുബന്ധമായ ചില ചരിത്രങ്ങളൊക്കെയുണ്ട്. ഞാൻ സമയദൈർഘ്യം കൊണ്ടത് ചുരുക്കിക്കൊണ്ട് പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ശബ്ദത്തിൽ സംസാരിക്കുക, അവിടത്തേക്കൊരു അദബുകേട് തോന്നുന്ന രൂപത്തിൽ ഒച്ചയുണ്ടാക്കുക, ബഹളമുണ്ടാക്കുക, ചിരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മിതത്വം വേണം എന്നുള്ള കൽപ്പനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വലിയ ശബ്ദം തന്നെ വലുതായിരുന്ന ചില സഹാബത്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അവരുടെ ശബ്ദം സ്വതവേ വലിയ ശബ്ദമാണ്. അത്തരം ആളുകൾ പിന്നീട് ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വന്നിരുന്നാൽ അവർ സംസാരിക്കുക പോലും ഉണ്ടായിരുന്നില്ല, അത്രത്തോളം ഭയമായിരുന്നു എന്നാണ്. ഇത് പൊതുവായി നമുക്ക് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ആളും തരവും സ്ഥലവുമെല്ലാം നോക്കിയിട്ടാണ് നമ്മളും സംസാരിക്കേണ്ടത്. നമ്മൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ സംസാരിക്കരുത്. വീട്ടിൽ സംസാരിക്കുന്നത് പോലെ നമ്മൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പള്ളികളിൽ സംസാരിക്കരുത്. നമ്മേക്കാൾ ആദരവും ബഹുമാനവും അർഹിക്കുന്ന ആളുകളാണ് എങ്കിൽ ആ സ്ഥലങ്ങളിൽ അദബുണ്ടാകണം. അതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഗുളു മിൻ സൗതിക, നിന്റെ സൗത്ത്, നിന്റെ ശബ്ദത്തിൽ, നിന്റെ സൗണ്ടിൽ മിതത്വമുണ്ടാകണം, നീ ശബ്ദം ഒതുക്കണം എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്ന വിശ്വാസികളോട് സൂറത്തുൽ ലുഖ്മാനിൽ മകന് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മകനെ പഠിപ്പിക്കുന്ന ഒരു ഉപദേശം, വഗ്ളുളു മിൻ സൗതിക്, നിന്റെ ശബ്ദം
നീയൊന്ന് ഒതുക്കണം എന്നാണ്. മിതമായൊരു ശബ്ദത്തിൽ സംസാരിക്കണം. മാത്രമല്ല ഇന്ന അങ്കറൽ അസ്വാതില സൗത്തുൽ ഹമീർ, ഏറ്റവും മോശമായ ശബ്ദം എന്ന് പറയുന്നത് കഴുതയുടെ ശബ്ദമാണ്, അരോചകമുണ്ടാക്കുന്ന ശബ്ദം. അതുപോലെ മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രൂപത്തിൽ നീ സംസാരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. പ്രബോധനത്തിനിറങ്ങാൻ വേണ്ടിയിട്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ വേണ്ടി പറയുമ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അല്ലാഹു പറയുന്നത് ഇദ്ഹബാ ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, നിങ്ങൾ രണ്ടാളുകളും ഫിർഔനിന്റെ അടുക്കലേക്ക് പോകണം. അവൻ അതിരുവിട്ടിരിക്കുന്നു, അതിര് കവിഞ്ഞിരിക്കുന്നു. അവനോട് ആദർശം പറഞ്ഞു കൊടുക്കണം, നന്നാവാൻ വേണ്ടി ഉപദേശിക്കണം എന്നെല്ലാം പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു രണ്ടാളോടും പറഞ്ഞു ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, നിങ്ങൾ സംസാരിക്കുമ്പോ മൃദുവായ വാക്കോടുകൂടി ലയ്യിനായിക്കൊണ്ട് സംസാരിക്കണം എന്നാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ഒന്നുകിൽ ചിന്തിച്ചേക്കാം, അതല്ലെങ്കിൽ നന്നായി ഭയപ്പാട് അള്ളാഹുവിനോടുള്ള ഭക്തി ഉണ്ടായേക്കാം. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ മിതമായ ശബ്ദത്തിലും മൃദുവായ ഭാഷയിലുമാണ് സംസാരിക്കേണ്ടത്. പ്രബോധകന്മാർക്കുള്ളൊരു നിർദ്ദേശം കൂടിയാണ്. അള്ളാഹുവിന്റെ ആദർശം പറയുമ്പോഴും തൗഹീദ് പറയുമ്പോഴും ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് മൃദുവായ വാക്കോടുകൂടി അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ നാവും നമ്മുടെ വായയും നമ്മുടെ ചുണ്ടുകളും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും തിന്മയിലേക്കും അള്ളാഹു കോപിക്കുന്നതിലേക്കും അത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നാണ് ഈ ആയത്തുകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.